ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പുതിയ സ്റ്റൈലാണ്. ഓക്കെ, അതാണ് ആരോ ഫങ്ഷൻസ്. ഓക്കെ, ഇതുവരെ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളൊരു ഫംഗ്ഷൻ ക്രിയേഷൻ മെത്തേഡ് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നും പറഞ്ഞിട്ട്. സോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സിമ്പിളായിരുന്നു. നമ്മൾ ചെയ്തിരുന്നത് ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ കൊടുത്തു, എന്നിട്ട് കർലി ബ്രാക്കറ്റ്, എന്നിട്ട് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റൈലും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഫംഗ്ഷൻ എക്സ്പ്രഷൻ സ്റ്റൈല്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഗോ ത്രൂ ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ഇവ രണ്ടിലും ബേസിക്കലി ഫംഗ്ഷൻ കീവേഡ് മാൻഡേറ്ററി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ അനോണിമസ് ഫങ്ഷൻസ് ഉണ്ടോ, എസ്പെഷ്യലി ഫംഗ്ഷൻ എക്സ്പ്രഷൻസ് ഒക്കെ, സോ ആ ടൈമിൽ നമുക്ക് ആരോ സിൻടാക്സ് ആയിട്ട് ആരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഇതെടുക്കാൻ മതി. ഡിറ്റർമിനേറ്റർ വെച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് എങ്ങനെയാണ് ഇതിനെ ആരോ ഫംഗ്ഷൻ ആക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ആരോ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പാരാമീറ്റർ ലിസ്റ്റിനും ഫംഗ്ഷൻ ബോഡി ഇടയിൽ നമ്മുടെ എന്ന് വെച്ചാൽ ഇത് പാരാമീറ്റർ ലിസ്റ്റ്, ഇത് പാരാമീറ്റർ ലിസ്റ്റ്, ഇത് ഫംഗ്ഷൻ ബോഡി. സോ ഇതിൻ്റെ ഇടയിൽ ഇത് ഓൾറെഡി കാണിക്കുന്നുണ്ട് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്, കണ്ടോ? സോ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ഓക്കെ, സോ ഇത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ഫംഗ്ഷൻ ഈക്വൽ ടു പാരാമീറ്റർ ലിസ്റ്റ്, ദെൻ ആരോ ഫംഗ്ഷൻ എന്ന് പറയുക, ഇതിന് ആരോ ഇട്ടിട്ട് ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ ഇത് ഫംഗ്ഷൻ ആരോ ഫംഗ്ഷൻ ഇട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതൊരു സിമ്പിൾ സിൻടാക്സ് ആണെന്ന് പറഞ്ഞു വയ്ക്കാം. ഇത് ഈക്വൽ ടു പ്ലസ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ കമ്പൈൻ ചെയ്ത് വെച്ചേക്കണം. പക്ഷേ രണ്ടും അതിൻ്റെ ഫംഗ്ഷനാലിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആരോ ഫംഗ്ഷനാണ്. സോ നമ്മൾ സ്പേസ് ഇടാൻ പാടില്ല. ഇപ്പം നമ്മളിവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അത് എറർ വരും. ഓക്കെ, സോ ഇതിപ്പോഴും ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ബേസിക്കലി ഇത് രണ്ടും ചേർന്നിരിക്കണം. ഇതൊരു ആരോ പോലെയാണല്ലോ. സോ അതുകൊണ്ടാണ് ഇതിനെ ആരോ ഫംഗ്ഷൻ വിളിക്കുന്നത് കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ സ്പേസ് ഇടാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഓക്കെ, ആരോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റൈലൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ മുമ്പ് പറഞ്ഞു ഫംഗ്ഷൻ ഡിക്ലറേഷൻ നിന്ന് ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റർ ലിസ്റ്റ്, ദെൻ ഫംഗ്ഷൻ ബോഡി. ആരോ ഫംഗ്ഷൻ ഡയറക്റ്റ് ഇക്വലൻ്റ് ആയിട്ടും ബേസിക്കലി ഒന്നുമില്ല. ആരോ ഫംഗ്ഷനിൽ ബേസിക്കലി എന്താ വെച്ചാൽ അതൊരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ആരോ ഫംഗ്ഷൻ നമ്മുടെ കേസിൽ ഇവിടെ ഡിറ്റർമിനേറ്ററാണ് സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ പാസ്ഡ് ആസ് എ ഇൻലൈൻ എന്ന് പറയും, ഒരു കോൾ ബാക്ക് പോലെ നമുക്ക് പാസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം ലേറ്റർ ഓൺ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അനോണിമസ് ഫംഗ്ഷൻസ് ഡീഫോൾട്ടായിട്ട് ഫംഗ്ഷൻ്റെ പേരൊന്നും കൊടുക്കാൻ പറ്റില്ല അനോണിമസ് ഫംഗ്ഷനിൽ. സോ നമ്മളിവിടെ മുമ്പ് എഴുതിയിരുന്ന ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ കൊടുത്തിരുന്നു. വേണമെങ്കിൽ നമുക്കിവിടെ ടെസ്റ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റുന്നുള്ളത്. ആരോ ഫംഗ്ഷൻ അങ്ങനെ ഡീഫോൾട്ടായിട്ട് നമ്മുടെ പേരൊന്നും അങ്ങനെ ഫംഗ്ഷൻ്റെ പേരൊന്നും എഴുതി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ വേരിയബിളിക്ക് അസൈൻ ചെയ്തെടുക്കാമെന്ന് മാത്രം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത പോലെ വേരിയബിളിക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ട് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ കേസ് ഷോർട്ടർ സിൻടാക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ആഡ് ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ആഡ് ഈക്വൽ ടു ഫംഗ്ഷൻ എ കോമ ബി, എന്നിട്ട് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് റിട്ടേൺ എ പ്ലസ് ബി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിനെ ആരോ ഫംഗ്ഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. കോൺസ്റ്റ് add 1 equal to a comma b, then arrow, എന്നിട്ട് return a plus b. ഓക്കെ, സേവ് ചെയ്യാം. സോ ഇത് ഷോർട്ടറാണ് കുറച്ചുകൂടി, മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഷോർട്ടറാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ബേസിക്കലി എന്ന് വെച്ചാൽ 1 ലൈൻ ഷോർട്ട് കട്ടാണ്, ഷോർട്ടറും കൂടിയാണെന്ന് പറയാൻ പറ്റും. ഇംപ്ലിസിറ്റ് റിട്ടേണും കൂടി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഇതിൽ. സോ നമ്മുടെ ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു എക്സ്പ്രഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒരു എക്സ്പ്രഷൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ ബോഡിയിൽ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ നമുക്ക് കറൻ്റ്ലി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ ആദ്യം നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ഈ രണ്ട് കേർലി ബ്രാക്കറ്റ് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഈ റിട്ടേൺ കൂടി റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ കുറച്ചും കൂടി ഷോർട്ടറായി. സോ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ചെയ്യും ദാറ്റ് എക്സ്പ്രഷൻ. ഒറ്റ എക്സ്പ്രഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് റിട്ടേൺ ചെയ്യും ഇങ്ങനെ നമ്മൾ കൊടുക്കണമെങ്കിൽ. സോ ഇത് നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെയാണ്, സെയിം ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ ദർ ഈസ് ലൈക്ക് ഇൻവിസിബിൾ റിട്ടേൺ എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും. ഓക്കെ,
സോ റിമെമ്പർ ചെയ്യുക, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു എക്സ്പ്രഷൻ ഉള്ളപ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് മാത്രം. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ മൾട്ടിപ്പിൾ ഇഫ് ബ്ലോക്സോ മൾട്ടിപ്പിൾ ലൈൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ എക്സ്ട്രാ കുറേ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ എഴുതുക. സോ ഇഫ് ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ ആഡ് ടു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ കോൺസ്റ്റ് എ ഈക്വൽ ടു എ പ്ലസ് ബി അങ്ങനെ കൊടുത്ത് കുറേ ലൈക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടോ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 10 അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ഷോർട്ടർ ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടർ ഫോംസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ കേസിൽ. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഇഫ് ബ്ലോക്കോ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് വേണം വെച്ചാൽ നമുക്ക് ഫംഗ്ഷൻ ബോഡി വേണം. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. ആക്ച്വലി റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ അതാണ്. ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുകയാണെങ്കിൽ ബേസിക്കലി നമ്മുടെ പരാന്തസിസ് റൂൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഫ് നമ്മുടെ കേസിൽ ഒരു ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എം ടി പരാന്തസിസ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ ഒരു 1 ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പരാന്തസിസ് ഒഴിവാക്കാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നമ്മളിൽ കോൺസ്റ്റ് ആഡ് 3 ഈക്വൽ ടു എനിക്ക് എ എന്ന് പറഞ്ഞിടാം. കണ്ടോ, പാരാന്തസിസ് ഒഴിവാക്കി നമുക്ക് എഴുതാൻ പറ്റും. ആക്ച്വലി ഒറ്റ പാരാമീറ്റർ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒറ്റ ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഒറ്റ ആർഗ്യുമെൻ്റ് ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ പാരാമീറ്റർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് ഇനീഷ്യലി നമുക്ക് ആ പാരാന്തസിസ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് അടുത്തത് റോള് ഉള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പാരാന്തസിസ് മാൻഡേറ്ററി ആണ്. എപ്പോൾ 2 അല്ലെങ്കിൽ അതിലധികമോ പാരാന്തസിസ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പാരാന്തസിസ് ഇത് വേണം. 2 അതിലധികമോ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പാരാന്തസിസ് മാൻഡേറ്ററി ആണ്, നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ എക്സ്പ്രഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കേർലി ബ്രാക്കറ്റ് ഒമിറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. നമ്മൾ A+B എഴുതിയ പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടെർണറി ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാം ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡിറ്റർമിൻ ഫംഗ്ഷനിൽ ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ഫസ്റ്റ് ചോയ്സും പ്രീ ചോയ്സും ഈക്വൽ ടു ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ റിസൾട്ട് ഡ്രോ റിട്ടേൺ ചെയ്യാൻ പറയും. ഓക്കെ, ഇവിടെ നമുക്ക് റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ റിസൾട്ട് ഡ്രോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഇത് ഈ കണ്ടീഷനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കണ്ടീഷനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ റിട്ടേൺ റിസൾട്ട് പ്ലെയർ വിൻസ് എൽസ് ഓക്കെ ഇത് എഴുതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റ ലൈനുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു, ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്കിത് ആരോ ഫംഗ്ഷൻ ആക്കുന്നത് സിമ്പിളാണ്. ഇത് മാറ്റിയിട്ട് ഈ റിട്ടേണും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. ഉണ്ടോ, ഇത് വർക്കാവും. ആക്ച്വലി നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് വർക്കാവും. സോ ഇത് കുറച്ച് റീഡബിൾ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ബട്ട് ഇത് പോസിബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. കാരണം നമുക്ക് ആരോ ഫംഗ്ഷനിൽ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ ആൻഡ് അതന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് സിംപ്ലിഫൈ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ആരോ ഫംഗ്ഷൻ്റെ ഒരു സ്പെഷ്യൽ ബിഹേവിയറും കൂടിയുണ്ട്. ഒബ്ജക്ട്സിനെ വെച്ചിട്ട് ഓട്ടോ ബൈൻഡിംഗ് എന്നൊക്കെ പറയും. സോ അതിൽ ആദ്യം നിങ്ങൾ ബൈൻഡിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ബേസിക്കലി അത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഓട്ടോ ബൈൻഡിങ് എങ്ങനെ ഒബ്ജക്ട്സിനായിട്ട് ഇത് ബിഹേവ് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ആരോ ഫംഗ്ഷൻസ് കുറച്ചുകൂടി ഷോർട്ടറാണ് ആൻഡ് കോൾ ബാക്സിലൊക്കെ വളരെ കോമൺ ആണ്.
ഓക്കെ, ഇത് സിമ്പിളാണ്. ഇത് നമുക്ക് ആരോ ഫംഗ്ഷനാക്കി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ആരോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരാന്തസിസ് കഴിഞ്ഞിട്ട് ആരോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരോ ഫംഗ്ഷനായിട്ട് മാറി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എക്സാക്ട്ലി ഒരു എക്സ്പ്രഷനുള്ള ഫംഗ്ഷൻ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് കേർലി ബ്രേസസ് ഒമിറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം റിസൾട്ടും റിട്ടേൺ കീവേഡ് ഒഴിവാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് എന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്തോളും. ഓക്കെ, പിന്നെ ഒന്നിലധികം കൂടുതൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ബോഡിയിൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെ കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് എന്താണോ ഔട്ട്പുട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് അത് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ബേസിക്കലി നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ ഇതൊക്കെ നമുക്ക് ബേസിക്കലി ആരോ ഫംഗ്ഷനാക്കി മാറ്റാം. സോ അത് സിമ്പിളാണ്. ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്യുക, ആരോ ആഡ് ചെയ്യുക. സോ സെയിം കേസ് പോലെ ഇവിടെ ഗെറ്റ് പ്ലെയർ ചോയ്സിന് ഫംഗ്ഷൻ കീവേഡ് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഒരു ആരോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സേവ് ചെയ്യാം. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനൊക്കെ നോർമൽ ഫംഗ്ഷൻ എക്സ്പ്രഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ ആരോ ഫംഗ്ഷനാക്കി മാറ്റിയിട്ടുണ്ട് എല്ലായിടത്തും. ഈവൻ കോൾ ബാക്സിൽ നമ്മളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ആരോ ഫംഗ്ഷൻസ്. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടില്ല, കാരണം ആരോ ഫംഗ്ഷൻ ഇത് ഒബ്ജക്ട്സിന് ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ഉണ്ട് ആരോ ഫംഗ്ഷന്. സോ അതെന്താണ് എന്നുള്ളത് ആദ്യം ലൈക്ക് നമുക്ക് പഠിക്കണം. ലൈക്ക് ദിസ് ഒബ്ജക്റ്റ് എന്താണ്, കറണ്ട് ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. സോ അത് ഞാൻ ലേറ്റർ ഓൺ അപ്കമിങ് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. താങ്ക്സ് ലോട്ട്.